കോൺഫിഡന്റ് ഗ്രൂപ്പ്, മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ക്യാരക്ടറിനെ ഇത്ര ഭംഗിയോടെ അവതരിപ്പിച്ച കൃഷ്ണപ്രിയയെ നമുക്ക് സ്വാഗതം ചെയ്യാം. കൃഷ്ണപ്രിയ, വരൂ. കൺഗ്രാറ്റുലേഷൻസ് കൃഷ്ണപ്രിയ. താങ്ക് യു. ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? ആദ്യം അതും അറിയൂ. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടറുടെ മുന്നിൽ അവതരിപ്പിക്കുക. കാരണം എന്റെ ഫിലിമിൽ കാണുന്ന, ടി വിയിൽ കാണുന്ന മാത്രമല്ലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇങ്ങനെ വന്നപ്പോ അതും ഇത്രയും ക്യാമറയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരും നമുക്ക് ജഡ്ജസിനോട് സംസാരിക്കാം. രഞ്ജിത്തേട്ടാ. കൃഷ്ണപ്രിയ, നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല സർ. ഒരിക്കലില്ല. ഡാൻസ് ചെയ്യുന്നുണ്ടോ? ഡാൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നമ്മുടെ ഈ ഷോയുടെ ഒരു ഉദ്ദേശം തന്നെ അല്ലെ, ക്യാമറയുടെ മുന്നിലേക്ക് ആക്ടേഴ്സിനെ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ അഭിനയ ശേഷി എത്രത്തോളം ഉണ്ട് ഒരാളിൽ എന്നുള്ളത് കണ്ടെത്തുക തന്നെയാണ് ഇതിന്റെ ഒരു പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കൃഷ്ണപ്രിയ കിട്ടിയ ആ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള, അത്ര റിയലിസ്റ്റിക് അല്ലാത്ത ഒരു പ്ലെയിനിലാണ് അത് കിടക്കുന്നത്. ഒരു സ്റ്റേജിന് ഒരു തിയേറ്റർ ആക്ട്രസ് ആവാനുള്ള ഗുണങ്ങളെല്ലാം തന്നെ ഉള്ള ഒരാളാണ്. അത് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഷോയ്ക്ക് വേണ്ടി നമുക്ക് കൃഷ്ണപ്രിയയുടെ ഇതല്ലാത്ത മറ്റൊരു കൃഷ്ണപ്രിയയെ ഈ സ്റ്റേജിൽ കാണാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. അതെന്താണെന്നുള്ളത് പറയാം, അതിന് മുമ്പ് മറ്റുള്ളവരുടെ കമന്റുകൾ വരട്ടെ. ശരി, രേവതി ചേച്ചി. പറഞ്ഞത് ആക്ച്വലി എനിക്കും അങ്ങനെയാണ് തോന്നിയത്. നല്ല ചേഞ്ചസ് ഉണ്ട്. ഞാൻ ആദ്യം തൊട്ട് തുടങ്ങാം. മേക്ക് ഓവറിൽ നിന്ന് ആ രണ്ട് ക്യാരക്ടേഴ്സും, ഒരു സ്വീപ്പറിന്റെ ക്യാരക്ടറും ഒരു മോഡേൺ ആയിട്ടുള്ളത്, മുഖത്തിലും യുനോ ആ ബോഡി ലാംഗ്വേജിലും നിൽപ്പിലും എല്ലാത്തിലും നല്ല വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് പറഞ്ഞ പോലെ ഇതൊരു ഭയങ്കര ഡിഫിക്കൾട്ട് ആൻഡ് ഇറ്റ്സ് എ വെരി ഒരു തിയേറ്ററിക്കൽ പീസാണ്. ഇത് ആക്ച്വലി ഒരു വൺ ആക്ടർ പീസാണ് തിയേറ്ററിൽ. ഇറ്റ്സ് എ നൈസ് പീസ്. പക്ഷെ പറഞ്ഞ പോലെ ഒരു ക്യാമറയുടെ മുന്നിൽ അഭിനയം എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യാസമുള്ള കാര്യമാണ്. ബിക്കോസ് ക്യാമറ നമ്മുടെ ദേഹം മുഴുവനും കാണിക്കാൻ പറ്റും, പകുതി കാണിക്കാൻ പറ്റും, അതേ സമയത്ത് മുഖം മാത്രം, പിന്നെ കണ്ണുകൾ മാത്രം, എന്ത് വേണമെങ്കിലും കാണിക്കാൻ പറ്റും. സോ അതുകൊണ്ട് അത്രയും നമുക്ക് അഭിനയം എന്ന് കാണാൻ പാടില്ല. ബട്ട് തിയേറ്റർ എപ്പോഴും നമ്മൾ ഒരാളെ കാണുന്നത്, ഞാനിപ്പോ കൃഷ്ണപ്രിയയെ കാണുന്ന പോലെ ഫുൾ ഫിഗർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സോ യുനോ ആ കംപ്ലീറ്റ് ബോഡിയിൽ എക്സ്പ്രഷൻ ഉണ്ടാവണം. യുനോ സോ യെസ്, ഐ തിങ്ക് നമുക്ക് ഒരു പീസ് കാണാം. വേണുവിന്റെയും ഒപ്പീനിയൻ കഴിഞ്ഞിട്ട്. വേണു സർ. വോൾട്ടേജ് വളരെ കൂടുതലാണ്. പൊതുവെ നാടകീയത ഇതിൻ്റെ തീമിലും അഭിനയത്തിലും ഒരുപാട് ഉണ്ട്. ആ രീതിയിൽ നോക്കിയാൽ കൃഷ്ണപ്രിയ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നാടകീയത ഇത്രയ്ക്ക് ആകാമെങ്കിൽ. പക്ഷേ ഇത് നമ്മൾ ഒരു സിനിമ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആകുമ്പോൾ ഇങ്ങനത്തെ നാടകീയത പലപ്പോഴും നമുക്കൊരു അരുചി ഉണ്ടാക്കുന്ന രീതിയുണ്ട് അതിന്. അതുകൊണ്ട് ഇപ്പം ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത്ര നാടകീയമല്ലാത്ത ഒരു കാര്യം ചെയ്തു നോക്കിയാൽ ഒരുപക്ഷെ കൃഷ്ണപ്രിയയ്ക്ക് അത് ചിലപ്പോൾ കുറച്ചുകൂടെ ഫലം ചെയ്തേക്കാം. അതൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. പുതിയ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല, ഇത് തന്നെയാണ് സാധനം. ശരി, നമുക്ക് അയാളെങ്കിൽ വിടാം, ആ ക്യാരക്ടറെ വിട്ടിട്ട് ഈ കഥാപാത്രം യാത്ര ചെയ്ത ട്രെയിനിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന അയാളുടെ ഒരു കൂട്ടുകാരിയാണ് ഇപ്പൊ കൃഷ്ണപ്രിയ. മനസ്സിലായോ? കൃഷ്ണപ്രിയ അവൾക്ക് സംഭവിച്ച, അവളുടെ ജീവിതത്തിൽ സംഭവിച്ച അവൾ കടന്നുപോയ ഈ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഞങ്ങളോട് പറയുന്നത്. ആ രീതിയിൽ ഈ കഥാപാത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ കൃഷ്ണപ്രിയ റിപ്പോർട്ട് ചെയ്യും. കിട്ടിയില്ലേ? ഓക്കെ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നീന എന്നാണ് അവളെ പേര്. നല്ല പഠിക്കുമായിരുന്നു. പഠിക്കാൻ മിടിക്കെന്ന് പറഞ്ഞാൽ ഹൈ മാർക്കായിരുന്നു അവൾക്ക് സ്കൂളിൽ. പക്ഷെ അതിനിടയ്ക്ക് അവൾക്കൊരു പ്രേമൊന്നും പറഞ്ഞ് ഒരുത്തൻ പുറകെ നടന്ന് കുറെ നാളാൾ ശല്യം ചെയ്യണമെന്നും പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, നീ വിട്ടേക്ക്, അത് ശരിയാവത്തില്ല. കാരണം പഠിത്തത്തിന്റെ ഇടയിലും മാത്രമല്ല വീട്ടില് അവൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സമ്മതിക്കത്തില്ല. അതും അവൻ വേറൊരു റിലീജിയനൊക്കെയാണ്, പറ്റത്തില്ല, വിട്ടേക്കാൻ പറഞ്ഞു. അവള് പറഞ്ഞു അവൻ പാവോ, ചതിക്കത്തില്ല, ഭയങ്കര സ്നേഹമാന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടത്തിലായി.
അതിനുശേഷം എന്റെ അടുത്ത് കൂടി അവൾ അധികം സംസാരിക്കാൻ വരത്തില്ല. അപ്പൊ എന്റെ അടുത്ത് ഒരു അകൽച്ച. ഞാൻ വിളിച്ച് എന്താ കാര്യം എന്താ? ഒന്നുമില്ല. കാരണം അവൾ പോയി അവളുടെ അടുത്ത് പറഞ്ഞു ഞാൻ അവളെ സമ്മതിച്ചില്ല, അവൾക്ക് അവളെ സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്റെ അടുത്ത് വലിയ കമ്പനിയൊന്നും ഇല്ല. കുറെ കഴിഞ്ഞ് അവളെ കോളേജിൽ വരത്തില്ല. എന്താ കാര്യം എന്ന് അറിയില്ല, കോളേജിൽ വരത്തില്ല. വീട്ടിൽ അന്വേഷിച്ചപ്പോ വീട്ടില് ഭയങ്കര ആദ്യം വന്ന് ആളോട് സംസാരിക്കുകയൊന്നുമില്ല, എപ്പോഴും റൂം അടച്ചിട്ടിരിക്കും, എപ്പോഴും എഴുത്താ ഡയറിയൊക്കെ എഴുത്താ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോ അറിഞ്ഞു എന്തോ മെന്റൽ ഹോസ്പിറ്റലാണെന്ന്. ഞാൻ വെച്ചാൽ മെന്റൽ ഹോസ്പിറ്റലാ? ആര്? നീനയാ? ആ നീന മെന്റൽ ഹോസ്പിറ്റലാണ്, അതിങ്ങനെ ഒരു അഫയർ ഉണ്ടായിരുന്നു, അവൻ ചതിച്ചിട്ടൊക്കെ പോയി. ഞാൻ പോയി, എനിക്ക് സത്യം വരെ കാണാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ട് ഇത് നീനയാണോ എന്നൊരു തോന്നിപ്പോ ഒരു വല്ലാത്തൊരു എന്താ പറയണ, ഒരു വല്ലാത്തൊരു പ്രകൃതി. അതിൽ ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് അവക്കൊരു കുഞ്ഞുണ്ട്. ഞാൻ എനിക്ക് കാണും കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരണമുണ്ടായിരുന്നു അവളെ മുന്നിൽ ചെന്നിട്ട്. പക്ഷെ അവൾക്ക് ആരും തിരിച്ചല്ല. അവളെ ഇങ്ങനെ വീൽ ചെയറിൽ ഇങ്ങനെ ഇരുത്തിയേക്കുക. ഒന്നും അറിയത്തില്ല. അവളെ കുഞ്ഞു വന്ന് ഇങ്ങനെ കരയുക. പക്ഷെ കുഞ്ഞിനെ പോലും അവളെ തിരിച്ചറിയുന്നില്ല. അത്രയ്ക്ക് വലിയ വല്ലാത്ത അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുന്നു. ഉടനെ തന്നെ ഇതേ കാര്യം ഇപ്പൊ ഒരു സ്നേഹമുള്ള കൂട്ടുകാരിയുടെ അല്ലെ ഒരു ട്രാജഡി പറയുന്ന ഒരു ഫീലാണ്. ഒരു ഒട്ടും താല്പര്യമില്ലാതെ കുറ്റം പറച്ചിലിന്റെ ഭാഷയിൽ ഇതേ കാര്യം ഒന്ന് ചെയ്ത് നോക്കാം. അതുപോലെ അവര് പറഞ്ഞ കാര്യങ്ങള് അവരുടെ എക്സ്പ്രഷനിൽ അവരുടെ ഭാഷയിൽ കൊണ്ടൊന്ന് പറഞ്ഞ് ശ്രമിച്ചു നോക്കും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നീന എന്ന് പറഞ്ഞിട്ട്. എത്ര അവൾക്കൊരു പ്രേമം ഉണ്ടായി, അവ എത്ര പറഞ്ഞാലും ഇല്ല അങ്ങനൊന്നും ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല, അവൻ ചതിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൻ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹം തുടങ്ങി. സ്നേഹിച്ചു കഴിഞ്ഞിട്ട് എന്താ, ഞാൻ ഒരു തലയൊക്കെ വെച്ചിട്ട് 1000 തവണ അവളോട് പറഞ്ഞു, നീ വേണ്ട ഇതൊന്നും പോവല്ലേ, ശരിയാവത്തില്ല, അവൻ ചതിച്ചിട്ടൊക്കെ പോവും. ഇല്ല അപ്പൊ അവളെ പറയണെന്ന് വെച്ചാൽ ഇല്ല പാവം അവൻ ചതിക്കൊന്നുമില്ല, നിനക്ക് അങ്ങനെ തോന്നുന്നത്, കാരണം അത്രയ്ക്ക് സ്നേഹം എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു നീ ശരിയാവത്തില്ല, നീ വിട്ടേക്കിത്, ഒട്ടും ശരിയാവത്തില്ല, കാരണം വേറൊരു റിലീജിയനാണ്, നിന്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല, നീ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന പറഞ്ഞ ഇല്ല, നീ ഒന്ന് പ്ലീസ് എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യ് പ്ലീസ്, എനിക്ക് വേറെ ആരുടെ എനിക്ക് പറയാൻ പറ്റത്തില്ല, നിന്റെ അടുത്തല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഞാൻ വേറെ ആരുടെ പറയാം, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നീ എന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻ എന്റെ അടുത്ത് ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞു നീ ഇതോടെ ആണെങ്കിൽ എന്റെ അടുത്ത് മേലെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞിട്ട് വരരുത്, നീ വിട്ടേക്ക് പോന്ന് പറഞ്ഞു. അവൾ ഭയങ്കര സങ്കടത്തിലൊക്കെ അങ്ങ് പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു നീ വിട്ട്, എന്റെ ഫ്രണ്ട്ഷിപ്പ് ശരിയാവില്ല, നീ ഒട്ടും ശരിയാവത്തില്ല, ഇത് ഞാൻ മര്യാദയ്ക്ക് പഠിക്കാനാണെങ്കിൽ മാത്രം വന്നാൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രേമവും കീമെന്നൊക്കെ പറഞ്ഞ എന്റെ അടുത്ത് വരലെന്ന് പറഞ്ഞ് പോകാൻ പറഞ്ഞു. ആ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചു നേരം അറിയണമെന്ന് വെച്ചാൽ അവള് മെന്റൽ ഹോസ്പിറ്റലാണെന്ന്. മെന്റൽ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം അങ്ങനെ ആവേണ്ട അവസ്ഥ എന്താ, ഞാൻ അവിടുത്തെ 1000 തവണ പറഞ്ഞല്ലേ വേണ്ട എന്നുള്ളത്. അവിടെ പോകാൻ പറ്റി, അവളല്ലേ അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടത്. എത്ര തവണ പറഞ്ഞു അവിടുത്തെ നീ ചെയ്യല്ലേ എന്ന്. വീട്ടുകാരെ നോക്കണം, അവളെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല, അവളെ ഇഷ്ടത്തിന് അവളും പോയി. പിന്നെന്താ ചെയ്യാ, പറഞ്ഞു വിട്ടേക്ക് നീ, അത് വേണ്ട ഒട്ടും ശരിയാവത്തില്ലെന്ന് പറഞ്ഞു. മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്ക, ഒരു കുഞ്ഞുണ്ടെന്നു. അവൾക്ക് ആരും തിരിച്ചറിയാൻ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ചെന്നു കണ്ടപ്പം ഇങ്ങനെ ഇരുത്തിരിക്കുക. സങ്കടം ഉണ്ടാവത്തില്ലേ മനുഷ്യനെ ഫ്രണ്ട് ആകുമ്പോ. അവിടുത്തെ സ്നേഹത്തിൽ പറഞ്ഞു നോക്കി, കേട്ടില്ല. ദേഷ്യത്തിൽ പറഞ്ഞു നോക്കി, അവൻ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന്, അവള് എന്റെ ഫ്രണ്ട്ഷിപ്പ് വരെ വേണ്ടെന്ന് പറഞ്ഞ അവള് പോയി. കോൺഫിഡന്റ് ഗ്രൂപ്പ് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡ്. ഓക്കെ, നമുക്ക് ജഡ്ജസിന്റെ അഭിപ്രായം നേരിട്ട് അറിയാം അല്ലേ രഞ്ജിത്തേട്ടാ? രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ കുറ്റപ്പെടുത്തലിന്റെ ഭാഷയിൽ പറയുന്നത്, അത് കുറെ കൂടെ ആവാമായിരുന്നു. ആദ്യത്തിൽ ആ ഒരു സ്നേഹം പൂർണ്ണമായും കളഞ്ഞിട്ട് ഞാൻ വിചാരിച്ച മെന്റൽ ഹോസ്പിറ്റലിന്റെ അവിടേക്ക് എത്തുമ്പോ അനുഭവിക്കട്ടെ, ഇവക്കൊക്കെ ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഒക്കെ വരും. എനിവേ, എന്നാലും വളരെ നാച്ചുറലായ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ടാലന്റ് ഉണ്ട് കൃഷ്ണപ്രിയക്ക്. വേണു സർ. അല്ല, ഇത് രണ്ടാമത് ചെയ്തപ്പോൾ നമുക്ക് ഈ നാടകീയതയുടെ വ്യത്യാസം കൊണ്ട് തന്നെ ഒരുപാട് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്തു. നാടകീയത കുറഞ്ഞു, പക്ഷേ പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. ആദ്യത്തെ നന്നായിരുന്നു, രണ്ടാമത്തെ നന്നായിരുന്നു. എന്നാൽ കൂടെ ഇപ്പം നമ്മൾ ആവശ്യപ്പെടുന്നത് വളരെ വലിയൊരു ഡിമാൻഡാണ്. അതായത് അഭിനയിക്കുക മാത്രമല്ല, സ്ക്രിപ്റ്റ് എഴുതാനും കൂടെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, ഡയലോഗ് എഴുതാനും കൂടെയാണ് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും രഞ്ജി സാർ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഫ്ലേവർ, കുറച്ചൊരു സ്റ്റെപ്പ് വേണമെങ്കിൽ കൂട്ടാമായിരുന്നു. ഇപ്പം ഈ രണ്ടുപേരും
ഒരാൾ തന്നെ 2 ടോണിൽ സംസാരിക്കുന്ന പോലെയാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പം വേണമെങ്കിൽ രണ്ടാമത് സംസാരിക്കുമ്പോൾ ആൾക്കൊരു ക്യാരക്ടർ, ഒരു എക്സ്ട്രാ ക്യാരക്ടർ കൊടുക്കാമായിരുന്നു. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെ ഉള്ളൂ. ബാക്കിയൊക്കെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. 2 ആളുകളെ മനസ്സിൽ കണ്ടെത്താൻ പറ്റുന്നു, 2 തരം ആളുകളെ പരിചയമുള്ള. ഇന്നയാളാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് പ്രസന്റ് ചെയ്യുക? ഇയാളാണെങ്കിൽ എനിക്കൊന്നും അത്രയൊക്കെ ഈ വിഭിന്ന സ്വഭാവമുള്ള ആൾക്കാരൊക്കെ പരിചയം ഉണ്ടാവില്ലേ? അല്ലേ? അവരേതെങ്കിലും ആളെ കിട്ടിയാൽ മതിയായിരുന്നു, ഒരു മോഡലായി അവിടെ ഒന്നും മനസ്സിൽ വന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ. രേവതി ചേച്ചി, എനിക്ക് ഈ കൃഷ്ണപ്രിയയുടെ ഈ പ്രശ്നം മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് പെട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു വേദിയിൽ ഇത്രയും ചെയ്തതിൽ സന്തോഷമുണ്ട്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഭയങ്കര ഗട്ട്സ് ഉള്ള ആൾക്കാരാണ്. ഐ റിയലി അഡ്മയർ. ഇപ്പോ ഞാൻ അഡ്മയർ ചെയ്യുന്ന ചില ആൾക്കാരുടെ മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ വന്ന് ഇരുത്തി ചെയ്യാൻ പറഞ്ഞാൽ ആസ് എൻ ആക്ടർ എനിക്കും ആ നെർവസ്നെസ് ഉണ്ടാവും. ആ നെർവസ്നെസ് ഉണ്ടാവുമ്പോഴേ നമ്മൾ കുറേയും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓവർ കോൺഫിഡൻസ് ഉണ്ടാവാൻ പാടില്ല, പക്ഷെ കോൺഫിഡൻസ് ഉണ്ടാവണം എന്ന് പറയുന്ന ആ ഒരു ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു. Now we move on to the marks. Marks അറിയാമല്ലേ കൃഷ്ണപ്രിയ? ഓക്കെ, കൃഷ്ണപ്രിയ ഞാൻ കൊടുത്തത് 61. താങ്ക് യു മാം. 61, not bad. 53. 53. താങ്ക് യു സർ. ഞാൻ കൊടുത്തിരിക്കുന്ന മാർക്ക് കൃഷ്ണപ്രിയക്ക് 55. താങ്ക് യു സർ. Total marks for കൃഷ്ണപ്രിയ 169, 300. Okay, good job. Congratulations and do well.